RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന നാഷണൽസ് ലീഗിന്റെ സെക്കൻഡ് സെമി ഫൈനലിൽ സ്പെയിൻ വിസസ് ഫ്രാൻസ് മത്സരത്തെ കുറിച്ചാണ്. മത്സരം ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫ് സ്പെയിൻ നിന്ന് കത്തിയപ്പോൾ സെക്കൻഡ് ഹാഫിൽ അവസാന 20 മിനിറ്റ് ഫ്രാൻസ് നിന്ന് കത്തി. അങ്ങനെ 5-4 ലീഡിൽ സ്പെയിൻ വിജയിച്ച് ഫൈനലിൽ കയറി. ഫൈനലിൽ നടക്കുന്ന ഫൈനലിൽ പോർച്ചുഗലിനെതിരെയാണ് സ്പെയിൻ മത്സരിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും സ്പെയിനിന്റെ കളി ഒരു രക്ഷയില്ല മോനെ. ഫ്രാൻസിനെ അങ്ങോട്ട് പഞ്ഞിക്കിടുക പറയില്ലേ. ഒരു പെനാൾട്ടിയും ഒരു ഓൺ ഗോളും അടക്കമാണ് 4 ഗോൾ ഫ്രാൻസിന് അടിക്കാൻ പറ്റിയത്. ഇവിടെ ഒരു പെനാൾട്ടിയും 4 ഗോൾ അടക്കം 5 ഗോൾ അടിച്ചിട്ടാണ് ചെക്കന്മാര് ഫൈനലിൽ എത്തിക്കുന്നത്. എന്ത് കളിയാണ് മോനെ, ഒന്നും പറയാനില്ല. ചെറിയ ഡിഫൻസിലും ഫോർവേഡിലൊക്കെ സ്പെയിനിന്റെ ഒന്ന് നോക്കണം. 17, 18, 19 വയസ്സുള്ള പിള്ളേരാണ് ഡിഫൻസും അതേപോലെ ഫോർവേഡും നയിക്കുന്നത്. കളി ഫസ്റ്റ് ഹാഫ് തുടങ്ങി. ഫസ്റ്റ് കളി തുടങ്ങിയ ഫസ്റ്റ് ഹാഫിൽ തന്നെ 2 ഗോൾ ഇട്ട് സ്പെയിൻ. സെക്കൻഡ് ഹാഫ് തുടങ്ങി 54 മിനിറ്റ് ആകുമ്പോഴേക്കും 2 ഗോൾ വീണ്ടും ഇട്ട്. 59 മിനിറ്റാണ് ഫ്രാൻസിന് ആകെ ആശ്വാസമായിട്ട് എംബാപ്പെ പെനാൾട്ടിയിലൂടെ ഒരു ഗോൾ നേടുന്നത്. 4-1. പിന്നെയും യമാലിലൂടെ 5ാമത്തെ ഗോള്. അതിനുശേഷം അവസാനത്തെ 20 മിനിറ്റിന് റീസൺ എന്താന്ന് പറഞ്ഞാല് നമ്മുടെ പെഡ്രിയും വില്യംസനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ചില കോച്ചുമാർക്കുള്ള പ്രശ്നം അതാണ്. ജയിച്ചു എന്ന് ഓവർ കോൺഫിഡന്റ് ആയിട്ട് ഇവര് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ചെയ്യും. ഈ പെഡ്രി എന്താണ് മിഡ്ഫീൽഡർ സ്പെയിനിനും ബാഴ്സലോണയ്ക്ക് എന്താണെന്നുള്ളത് കാണിച്ചു തന്ന മത്സരമാണിത്. ആ പെഡ്രി പോയത് മിഡ് പൊട്ടി. അതിലൂടെ കളി ഫ്രാൻസ് എടുക്കാൻ തുടങ്ങി. അവസാനത്തെ 20 മിനിറ്റ് ഫ്രാൻസ് ഒന്നും പറയാനില്ല. ആദ്യത്തെ ഹാഫ് ടൈമിലൊക്കെ സ്പെയിനിന്റെ ഗോൾ കീപ്പറിന് മുന്നിലാണ് ഫ്രാൻസ് തോറ്റതെങ്കിൽ രണ്ടാമത്തെ ഹാഫ് ടൈമിൽ 20 മിനിറ്റ് അടിപൊളിയായിട്ട് കളിച്ചു. അതില് കളി അങ്ങോട്ട് ഒരു 5-2 നിൽക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് ശരിക്കും കഴിഞ്ഞ എൽ ക്ലാസിക്കോ ഉണ്ടല്ലോ, ബാഴ്സലോണ വേഴ്സസ് റയൽ മഡ്രിഡിന്റെ എൽ ക്ലാസിക്കോ. ആ ഒരു മത്സരം തന്നെയാണ് ശരിക്കും എനിക്ക് ഓർമ്മ വന്നത്. 5-2 അവിടെ നിൽക്കേണ്ടതായിരുന്നു. അന്ന് ബാഴ്സലോണ ഈ 5-2 നിന്നിട്ടും ഒരാൾക്ക് റെഡ് കാർഡ് കിട്ടിയിട്ട് ബാഴ്സലോണ 10 പേരുമായിട്ട് കളിച്ചിട്ടടക്കം അവർക്ക് കളി കഴിയുമ്പോൾ 5-2 സ്കോറിൽ തന്നെ റയലിനെ പൂട്ടാൻ കഴിഞ്ഞു. ഇന്നലെ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ സ്പെയിന് ഏകദേശം 4-2 ലീഡ് എടുത്ത സമയത്ത് അവർ വിചാരിച്ചു ഇനി തിരിച്ചു വരാൻ. 4-1 ലീഡായി. 4-1 ഗോളിൽ നിൽക്കുന്ന സമയത്തായിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ വന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് വില്യംസിനെ വിങ്ങില് വില്യംസ് നല്ലൊരു ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വില്യംസിനെ പിടിച്ച് കയറ്റുന്നത്. അതേപോലെ പെഡ്രി. ഈ 2 ചങ്ങായിമാർ പോയതും ഫ്രാൻസ് കുറച്ച് ഫ്രീ ആയി കളിക്കാൻ. മിഡ് എന്ന് പറയുന്ന സാധനം സ്പെയിനിന്റെ ഇല്ലാതായി. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ അവർ നന്നായിട്ട് മുതലാക്കി അവസാനമുള്ള ഗോൾ അടിച്ച് അതിൽ 1 ഓൺ ഗോളും കിട്ടി. അപ്പം അങ്ങനെ 4 ഗോൾ. അവസാന 90 മിനിറ്റിൽ 4ാമത്തെ ഗോൾ വീഴുമ്പോൾ ഫ്രാൻസിന് പിന്നെയും പ്രതീക്ഷയുണ്ട് ഇനിയുള്ള 5 മിനിറ്റ് കൊണ്ട് ഒരു ഗോൾ തിരിച്ചടിച്ച് സമനില നേടുക, എക്സ്ട്രാ ടൈമിലേക്ക് പോകാന്നൊക്കെ. പക്ഷെ സ്പെയിനിന് മുന്നിൽ നടന്നില്ല. പക്ഷെ സ്പെയിൻ എനിക്ക് തോന്നുന്നു അവസാനത്തെ കുറച്ച് നേരങ്ങളിൽ നിറമങ്ങിയ കളി തന്നെ കളിച്ചിട്ടുണ്ട്. ഡിഫൻസിലും അതേപോലെ ഡിഫൻസിൽ കുറെ പാളിച്ചകളുണ്ടായിരുന്നു. കുറച്ചുകൂടെ ബെറ്റർ കുബാർസി ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ആ ഒരു ഡിഫൻസിൽ കുബാർസിന് നല്ല ഫസ്റ്റ് ലെവലിൽ ഉണ്ടായിരുന്നില്ല, അതേപോലെ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിരുന്നു എന്ന് വിചാരിച്ചു. പക്ഷെ കളി 5-4 വിജയിച്ചു. വീണ്ടും യമാല് എംബാപ്പയ്ക്ക് ഇട്ടൊരു പണി കൊടുത്തു. അപ്പോൾ ബാലൻഡിയർ ഇനി ഡെമ്പലേക്ക് കാത്തിരിക്കേണ്ടതാണ് യമാല് പറയുന്നത്. ഞായറാഴ്ചത്തെ ഫൈനലിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ യമാലുള്ളതായിരിക്കും ബാലൻഡിയർ. ഏകദേശം ഒരു 90% അങ്ങനെ ആവാനാ ചാൻസ് ഉള്ളൂ. പിന്നെ ക്ലബ് വേൾഡ് കപ്പാണ്, അതും ഒരു കളിക്കുന്നുണ്ട്. അതിൽ PSG ഉണ്ട്, അവിടെ ഡെമ്പല ഉണ്ട്. ഇന്നലെ ഡെമ്പലയുടെ കളിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ശോചനീയ അവസ്ഥയിലായിരുന്നു കളി. ഫ്രാൻസ് ടീം ശരിക്കും വന്നത് സെക്കൻഡ് ഹാഫിൽ കുറെ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ വന്നപ്പോഴാണ് ഫ്രാൻസ് ഒന്നുകൂടെ ഉഷാറായത്. അത്രയും സ്കോർ ഡെപ്ത് ഉണ്ട് ഫ്രാൻസിന്. ബാർക്കോലിയും എല്ലാവരും സെക്കൻഡ് ഹാഫിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഡിയോ ഉണ്ടായിരുന്നു, അതേപോലെ എംബാപ്പെ ഡെമ്പലൊക്കെ കളിച്ച്. പക്ഷെ ഇവർക്കൊക്കെ പെനാൽറ്റി ബോക്സിന്റെ പുറത്ത് വരെ അല്ലാണ്ട് ഉള്ളിലോട്ട് ഒരു അറ്റംപ്റ്റ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ഡിഫൻസും മിഡും കളി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സ്പെയിനിന്റെ. എന്ത് രസമായിട്ടെന്ന് അറിയോ സ്പെയിന് കളിക്കണ്ടായിരുന്നു. അതിൽ ഈ 17 വയസ്സുകാരൻ യമാലാണ് ഇന്നലെ മാൻ ഓഫ് ദി മാച്ച് നേടിയിരിക്കുന്നത്. എന്താ ചങ്ങായുടെ കളി! ആ പാസുകളും അസിസ്റ്റുകളൊക്കെ കൊടുക്കുന്ന ആ ഫസ്റ്റ് ഗോൾ പെനാൽറ്റി അടിച്ചു. അതിനുശേഷമുള്ള ഗോൾ ഉണ്ടല്ലോ, ആ ലെഫ്റ്റ് ഷൂട്ടും കൊണ്ട് ഇങ്ങനെ എന്താ ചെയ്യുക, ഇങ്ങനെ തുഴഞ്ഞു വിടുക. ഗോൾ കീപ്പർ ഡൈവ് ചെയ്ത് കിട്ടാതെ കിടന്നിട്ട് ഗോൾ കീപ്പറിന്റെ കൈ തട്ടിയിട്ട് ബോൾ പോകുന്നത്, ഗോൾ പോസ്റ്റിലേക്ക് ഉരുണ്ട് പോകുന്നത് ഗോളിൽ കിടന്ന് നോക്കുക. എന്താല്ലേ ഒരു ഫിനിഷിംഗ് ഒക്കെ ഉണ്ടല്ലോ. അതേപോലെ അതിനുശേഷം 2-3 ചാൻസ് ക്രിയേഷൻ ഒക്കെ ഉണ്ട്, അതേപോലെ ട്രിപ്ലിങ്ങുകൾ. ഈ 2 വിങ്ങിലും, ഒരു സൈഡ് വില്യംസ് ആയിക്കോട്ടെ, ഒരു സൈഡിൽ നമ്മുടെ യമാല്, ഇവർ രണ്ടാളും
ഫ്രാൻസിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് വില്യംസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴും പെഡിനെ മാറ്റിയപ്പോഴാണ് അറിയുന്നത് സ്പെയിന്. അത്രത്തോളം ഫ്രാൻസിന്റെ ഡിഫൻസിനെയും മിഡിനെയും അതേപോലെ ഗോൾ കീപ്പറിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും പ്രഷറിൽ അവർ അത്രയും പ്രസ്സിംഗ് ആണ്. അത്രയും പ്രസ് ചെയ്ത് കളിക്കുമ്പോഴാണ് എന്താണ് ഈ സീസണിൽ ബാഴ്സലോണ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് സ്പെയിനും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബാഴ്സയുടെ കുറെ താരങ്ങൾ ഇന്നലെ പെട്രി ഗോൾ അടിച്ചു, യമാൽ 2 ഗോൾ അടിച്ചു, വില്യംസ് അടിച്ച്. അപ്പോൾ മൊത്തത്തിൽ ബാഴ്സയുടെ ഒരു സ്കോർ തന്നെയാണ് ഇന്നലെ ഉള്ളതിൽ കണ്ടിട്ടുള്ളത്. റയൽ മാഡ്രിഡൊന്നും ആകെ ഒരു താരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും കളി എന്തായാലും എംബാപ്പയ്ക്ക് ഇതുവരെ സ്ഥിരമായിട്ട് ഇപ്പോൾ പണി കൊടുത്തുകൊണ്ടിരിക്കുന്ന യമാൽ യൂറോ കപ്പിൽ 2-1 ജയിച്ചു. അതിനുശേഷം കോപ്പ ഡെൽറ്റയിൽ സൂപ്പർ എസ്പാനിയോള് 2 ലാ ലീഗ് മത്സരങ്ങൾ, അതിൽ 2 ട്രോഫികൾ, ഇതിലെല്ലാത്തിലും പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. എംബാപ്പ ഒരു സൈഡ് കാഴ്ചക്കാരനൊക്കെ നിർത്തിയിരിക്കുകയാണ്. ഈ 17-കാരൻ പറയാതിരിക്കാൻ വയ്യ. ആ ചെന്നൈയുടെ പെർഫോമൻസ് അത്രയും രസമായിരുന്നു കളിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളൊക്കെ ശരിക്കും യമാലിന്റെ ഒരു ആരാധകരായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ ചങ്ങായി ഗ്രൗണ്ടിൽ എടുക്കുന്ന കളി തന്നെയാണ്. ഇവിടെ ഫസ്റ്റ് ഹാഫിൽ ഡെമ്പലിയും ഡോയും എംബാപ്പയും എല്ലാവരും കഠിന പരിശ്രമം ചെയ്തു. പെനാൾട്ടി ബോക്സിന്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നില്ല. ഇവിടെ സിമ്പിൾ വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ ബോൾ പാസിംഗ് ചെയ്തിട്ട് യമാലും വില്യംസ് ഒക്കെ സൈഡിൽ നിന്ന് കയറി പോകുന്നു. എന്ത് രസാ കളി എന്നറിയാം. അപ്പോൾ ഇതിനു മുമ്പ് ഇങ്ങനെ പണി കൊടുത്ത് ഇപ്പോൾ മാൻ ഓഫ് ദി മാച്ച് നേടി. അപ്പോൾ ആള് ഗ്രൗണ്ട് കളി തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, യമാല് പറഞ്ഞത് ഞായറാഴ്ച വേണമെങ്കിൽ ബാലൻഡിയറിനെ ആരാണ് എടുക്കുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു. അതേപോലെ ആ ചങ്ങായി ഗ്രൗണ്ടിൽ കാണിച്ചു, ടെമ്പലിനെ അതെടുത്ത് പുറത്തിട്ട്. അപ്പോൾ ആള് പറയുന്നതേ ചെയ്യുന്നതേ പറയൂ. യമാലിന്റെ ഇപ്പൊ പോളിസി അതാ. എന്ത് രസമായിട്ടാ കളിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ സീസണില് എംബാപ്പയ്ക്കെതിരെയും റയലിനെതിരെയും ഇത്രയും ഡോമിനേറ്റ് ചെയ്ത ഒരു പ്ലെയർ വേറെ ഉണ്ടാവില്ല. ലാമിൻ യമാൽ എന്ന പേര്. ഈ 17 വയസ്സിൽ ഈ ചങ്ങായി എന്താ കാണിക്കുന്നതെന്ന് പറഞ്ഞാല് അത് പ്രത്യേകിച്ച് ഇപ്പോ ഫ്രാൻസിനെതിരെ 2 പ്രാവശ്യമായി, അതേപോലെ റയൽ മാഡ്രിഡിനെതിരെ 4ഉം 5ഉം പ്രാവശ്യം കഴിഞ്ഞു. ഈ ഒരു സീസണിലെ കാര്യം പറയുന്നത്. യൂറോ കപ്പിൽ സ്പെയിനിന് എതിരെ ഫ്രാൻസ് കളിച്ചപ്പോൾ അന്നും പണി കൊടുത്തതാ. ആ ഗോൾ ഓർമ്മ വെച്ചെന്നാ പറഞ്ഞു. അന്ന് അതിസുന്ദരമായൊരു മഴവിൽ കിക്കിലൂടെ ഗോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് മാൻ ഓഫ് ദി മാച്ച് തൂക്കി, ഇന്ന് മാൻ ഓഫ് ദി മാച്ച് തൂക്കി. അപ്പോ ഇനി വേൾഡ് കപ്പ് 2026 സ്പെയിനിനെ പേടിക്കാൻ തന്നെ വേണം ഈ കളിയാണെങ്കിൽ. സ്പെയിൻ സെക്കൻഡ് ഹാഫിൽ 4 ഗോൾ വാങ്ങിച്ചതുള്ളത് ശരിയാണ്. അതിലൊരു ഓൺ ഗോൾ, ഒരു പെനാൾട്ടിയാണ്, അതെല്ലാം സമ്മതിക്കുന്നു. പക്ഷേ അത് അടുത്തിനി ഒരു കളി കൂടി ഉണ്ട്, ഫൈനലും കൂടി ഉണ്ട്. അതിനു വേണ്ടിയിട്ട് കോച്ച് പരിക്കുകൾ പറ്റരുത് പറഞ്ഞ വില്യംസിനെയും പെട്രിനെയൊക്കെ നേരത്തെ പിൻവലിച്ചാണ്. പക്ഷെ പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് 7ഓ 8ഓ ഗോളിലേക്ക് പോയിട്ടുണ്ടാവും സ്പെയിന്. അത്രയും നല്ല കളി തന്നെയാണ് വെച്ചിട്ട്. എപ്പോ പിൻവലിച്ചു അതിന് ശേഷമാണ് ഒന്ന് ഡൗൺ ആയത്. വേൾഡ് കപ്പ് അർജന്റീനയ്ക്കെതിരെ ഫ്രാൻസ് കളിച്ച കളി ഓർമ്മ, ഡീമറിയനെ തിരിച്ചു വിളിക്കുന്ന ഒരു ടൈമുണ്ട്. അതുവരെ ഫ്രാൻസ് ചിത്രത്തിലുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഫ്രാൻസ് 2 പെനാൾട്ടിയും ഒരു ഗോളൊക്കെ അടിച്ച് 3-3 സമനില പിടിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ടീമിന്റെ ഒരു എന്താ മെയിൻ ആയിട്ടുള്ള ഒരു പ്ലെയറിനെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ആ 11ൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ബെസ്റ്റ് മിഡ്ഫീൽഡർ ഇൻ ദ വേൾഡ് റൈറ്റ് നൗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്രി ഗോൺസാലസ്. അത് ഇന്നലത്തെ കളിയും കൂടി മനസ്സിലായിരുന്നു. അവസാനത്തെ 30 മിനിറ്റിൽ ആളില്ലാതിരുന്ന സമയത്ത് എന്തായിരുന്നു സ്പെയിനിന്റെ കളി എന്ന് കണ്ടാൽ കണ്ടവർക്ക് മനസ്സിലാവും. ഭയങ്കര മോശമായിട്ടുള്ള കളി തന്നെയായിരുന്നു. അപ്പോൾ ഇന്നലെ ഗോളുകൾ വന്നത് 22ാം മിനിറ്റിൽ വില്യംസിലൂടെയാണ് ഫസ്റ്റ് ഗോൾ നേടുന്നത്. അതിലും ഗോളിലേക്ക് എത്തിക്കുന്നത് യമാൽ തന്നെയാണ്. അതിനുശേഷം മെറീനോ 25ാം മിനിറ്റിൽ 2ാമത്തെ ഗോൾ നേടി. അതിനുശേഷം 54ാം മിനിറ്റിലെ പെനാൾട്ടിയിലൂടെ ഫസ്റ്റ് യമാലിനെ ഫൗൾ ചെയ്ത് കിട്ടിയ റാബിയോട്ട് ഫൗൾ ചെയ്തതിന് കിട്ടിയ പെനാൾട്ടിയിലൂടെ യമാൽ ഫസ്റ്റ് ഗോൾ ചെയ്യുന്നു. യമാലിന്റെ 67ാം മിനിറ്റിൽ വീണ്ടും യമാൽ ഗോൾ ചെയ്യുന്നുണ്ട്. 55ാം മിനിറ്റിൽ പെട്രി ഗോൾ ചെയ്യുന്നുണ്ട്. പെട്രിയുടെ ഒക്കെ അതിസുന്ദരമായ ഒരു ഗോളായിരുന്നു. അത് വില്യംസ് ആണ് അതിന് അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 59ാം മിനിറ്റിലാണ് ഫ്രാൻസ് ആദ്യമായിട്ടൊരു പെനാൾട്ടിയിലൂടെ, കിലിയൻ എംബാപ്പെ ഒരു പെനാൾട്ടിയിലൂടെ ഗോൾ സ്കോർ ചെയ്യുന്നത്. അപ്പോഴും സ്കോർ നിൽക്കുന്നത് 5-1. അപ്പോൾ ഒരു ഗോൾ കൂടെ അടിച്ച് ഏകദേശം കളി തീരുന്ന് വിചാരിച്ചാണ്. പക്ഷെ ആ സമയത്താണ് പെട്രിനെയും വില്യംസിനെയൊക്കെ കോച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം 57ാം മിനിറ്റിൽ ചെറുക്കി ഒരു രക്ഷയില്ലാത്തൊരു ഗോളി. എന്താ ഗോൾ എന്നറിയാം. സിമിയോണ് അതുവരെ സ്പെയിനിന്റെ വലകാത്തുകൊണ്ടിരുന്ന ചങ്ങായിക്ക് ആ ഗോള് പരമാവധി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ ആളുടെ പെർഫോമൻസ് അത്രയും അടിപൊളിയായിരുന്നു. എന്താ പറയുക, ഫ്രാൻസിന്റെ എണ്ണപ്പെട്ട ഗോളുകളൊക്കെ ഒരുപാടെണ്ണം സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഈ ഒരു ഗോള് വന്നവരെ ഒന്നും പറയില്ല. സുന്ദരമായൊരു ഷോട്ടിലൂടെയാണ് ചെറുക്കി ആ ഗോൾ നേടിയത്. അതിനുശേഷം വിവിയാനിലൂടെ ഒരു ഓൺ ഗോളാണ് വന്നത്. അങ്ങനെ 3 ഗോൾ കഴിഞ്ഞപ്പോൾ തന്നെ ഫ്രാൻസിന്റെ പ്രതീക്ഷ, ഫ്രാൻസ് തുടരെ അറ്റാക്കുകളാണ്.
അപ്പോൾ ഇവിടെ മിഡ് പൊട്ടിക്കിടക്കണം സ്പെയിനിന്റെ ഒരു ടീമിന്റെ മിഡിലേയും കഴിഞ്ഞു. അവിടെ പെട്രി എന്ന ഇത് പോയി. അപ്പോഴേക്കും പിന്നെ ലേറ്റ് ആയി, ഗാവിലേക്ക് ഇറക്കാൻ വേണ്ടി ലേറ്റ് ആയി. ഗാവിലേക്ക് 90 മിനിറ്റ് അടുപ്പിച്ചാണ് ഗാവിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ അതിനുശേഷം കോളോ ചങ്ങായി അവസാനം 93 മിനിറ്റിൽ ഗോൾ അടിക്കുന്നത്. എന്നതിന് ശേഷം 2-3 മിനിറ്റൊക്കെ ബാക്കിയുണ്ടായിരുന്നു. കഠിന പരിശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് തന്നെ ഡെമ്പല്ലയും ഡുവയൊക്കെ നിറമങ്ങിയ പ്രകടനമായിരുന്നു ഇന്നലെ കാഴ്ചവെച്ചത്. ബാർക്കോയിലേക്ക് ഇറങ്ങിയ ശേഷമാണ് കുറച്ചുകൂടെ നല്ല കളി വന്നത്. അങ്ങനെ ഫ്രാൻസിനെതിരെ എല്ലാവരും ഫ്രാൻസിനെ ആയിരുന്നു ഫേവറേറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഫ്രാൻസ് കയറുന്നാണ് വിചാരിച്ചത്. പക്ഷെ ഫ്രാൻസിനെ ശരിക്കും പഞ്ഞിക്കിടാന്ന് പറഞ്ഞാൽ പഞ്ഞിക്കിട്ട് ജമാലും പിള്ളേരും. അതിൽ നിങ്ങൾ സ്കോഡ് ഡെപ്ത് നോക്കിയാൽ മതി. സ്പെയിൻ്റെ സ്കോഡ് എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ ചെറിയ പിള്ളേരെ കളിക്കുന്നത്. അവരുടെ ആ കളി ഉണ്ടല്ലോ, കളിമിക തന്നെയാണ്. അങ്ങനെ 5-4 പരാജയപ്പെടുത്തി. ഇന്നലെ കളി കണ്ടവർക്ക് ആർക്കും നിരാശയാവില്ല. അവസാനത്തെ ഒരു 10-20 മിനിറ്റ് ഫ്രാൻസിന്റെ വരുന്നതാണെങ്കിൽ ബാക്കി ഫുൾ ടൈം സ്പെയിനായിരുന്നു കളിയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഏത് ഡിഫൻസിലായിക്കോട്ടെ, മിഡ്ഫീൽഡിലായിക്കോട്ടെ, അറ്റാക്കിലായിക്കോട്ടെ. അപ്പോൾ ഇനി 2026 വേൾഡ് കപ്പിൽ എന്തായാലും സ്പെയിന് ഫൈനൽ 4 ഒരു പൊസിഷൻ ഉണ്ടാവും. എനിക്ക് തോന്നുന്നില്ല ഫ്രാൻസ് ഈ കളിയെ കളിച്ചിട്ട് ആ ഒരു 4 എത്താൻ പറ്റുന്നു. എന്താന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ആ ഒരു 4 ഗോൾ 3 ഗോൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പെനാൽറ്റി കിട്ടി, ഒന്ന് ഓൺ ഗോളാണ്. പിന്നെ വരുന്ന 2 ഗോളുകൾ എന്ന് പറഞ്ഞാലാണ് മെയിനായിട്ട് അവർ അടിച്ചത്. ഈ ഗോള് എന്തുകൊണ്ടാണ് വന്നതെന്ന് ഇപ്പോൾ ഫ്രാൻസിനും അറിയാം, അതേപോലെ സ്പെയിനും അറിയാം. ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിൽ വന്ന മാറ്റങ്ങളാണ്. എന്താ പറഞ്ഞാൽ അടുത്ത കളി ഇപ്പോൾ ഏകദേശം ഫൈനലിൽ കയറുന്ന ഉറപ്പാണ്. അടുത്ത കളി പോർച്ചുഗലായിട്ട് കളിക്കണം. അപ്പോൾ അതിന് ഞായറാഴ്ച കളി വരണം. അപ്പോൾ പരിക്കുകളൊന്നും വരരുത്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഇങ്ങനെ നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് കാണാം. ഈ കളിയുടെ സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ 16 ഷോട്ടുകളാണ് സ്പെയിന് അടിച്ചിരിക്കുന്നത്. അതിൽ 8 എണ്ണം ഓൺ ടാർഗറ്റിലേക്ക് ഉണ്ട്. അതേപോലെ 24 ഷോട്ട് എടുത്തിട്ടുണ്ട് ഫ്രാൻസ് അത്യാവശ്യം നല്ല കളിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫിലൊക്കെ സിമിയോണിന്റെ മുന്നിലാണ് ഫ്രാൻസ് തോറ്റത്. കാരണം അത്രയും നല്ല സേവുകൾ അടിച്ചാൽ കഴിച്ചിട്ടുണ്ട്. 9 ഓൺ ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ബാൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 43% സ്പെയിൻ ഉണ്ടായിരുന്നു, 57% ഫ്രാൻസ് ഉണ്ട്. ശരിക്കും തിരിച്ചാ ഉണ്ടാവല് സ്പെയിനിന്റെ കയ്യിലാണ് കൂടുതൽ. ശരിക്കും എല്ലാ കളികളും നടക്കുമ്പോൾ ഗോളുകൾ, പാസിങ്ങുകളും പൊസിഷനൊക്കെ കൂടുതൽ ഉണ്ടാവും. പക്ഷെ ഇന്നലെ നേരെ തിരിച്ചായിരുന്നുണ്ടായിരുന്നു. അതുപോലെ പാസിംഗ് ഇന്നലെ കുറയും. സ്പെയിൻ 393 പാസുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. 503 പാസുകൾ ഫ്രാൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാസിങ്ങിനെ കുറിച്ച് വന്നത് 82 ഉണ്ടായിരുന്നു സ്പെയിന്, 90% ഉണ്ട് ഫ്രാൻസ്. അതേപോലെ യെല്ലോ കാർഡ് ഫൗൾസ് 17 എണ്ണം കംപ്ലീറ്റ് ചെയ്തപ്പോൾ സ്പെയിന്, ഫ്രാൻസ് കംപ്ലീറ്റ് ചെയ്ത് 14 എണ്ണമാണ്. 2 യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഫ്രാൻസിന് 4 യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഓഫ് സൈഡ് 2ഉം 1 വന്നിരിക്കുന്നത്. കോർണേഴ്സ് സ്പെയിന് കിട്ടിയ 4 എണ്ണം, ഫ്രാൻസിന് കിട്ടിയത് 6 കോർണേഴ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ കളി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ സ്പെയിന് തീരുമാനിച്ചു ഇതാണ് എന്നുള്ളത്. 2 ഗോളിന് ലീഡ് ചെയ്ത് ഇനി അങ്ങോട്ട് ഞാനൊക്കെ പ്രതീക്ഷിച്ചത് ഒരു 8 ഗോളാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ആ സബ്സ്റ്റിറ്റ്യൂട്ടിലാണ് കളി തിരിഞ്ഞത്. കളി സ്ലോ ഡൗൺ ചെയ്ത് ഡിഫൻസിലേക്ക് ഇറങ്ങാന്നുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷെ പിന്നെയും ഫ്രാൻസ് ഗോൾ അടിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഈ സൈഡിലൂടെയൊക്കെ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഒന്നും പറയാനില്ല. എംബാപ്പയ്ക്ക് ആപ്പ് വെച്ചിട്ട് യമാൽ വീണ്ടും അങ്ങനെ ഒരു ട്രോഫി കൂടി നാഷണൽസ് ലീഗിന്റെ ഫൈനലിൽ എത്തിക്കുകയാണ്. പോർച്ചുഗലുമായിട്ടാണ് ഞായറാഴ്ച മത്സരം. ഈ മത്സരത്തിൽ ജയിക്കുകയാണെങ്കിൽ മിക്കവാറും ഈ സീസണിൽ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ബാലൻ ഡി ഓർ തൂക്കുന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇനി ഫ്രാൻസാണ് തീരുമാനിക്കേണ്ടത്. എന്താന്ന് പറഞ്ഞാൽ ഫ്രാൻസിന്റെ മാഗസീനാണ് ഈ ബാലൻ ഡി ഓർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒരുപാട് കടമ്പകളുണ്ട്. അതേപോലെ ക്ലബ് വേൾഡ് കപ്പ് വരുന്നുണ്ട്. കാത്തിരുന്ന് കാണാം. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്.